വരാനിരിക്കുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിനെ പിന്തുണക്കണമെന്ന് ഒരു വിഭാഗം ആഗ്രഹിക്കുമ്പോൾ UDFിന്റെ നിരന്തര അവഹേളനങ്ങൾക്കെതിരെ ശക്തമായ മറുപടി നൽകാൻ ഇടതുപക്ഷമാണ് നല്ലത് എന്ന് ഒരു വിഭാഗം കരുതുന്ന പശ്ചാത്തലത്തിൽ SDPI സംസ്ഥാന പ്രതിനിധി സഭ നാളെ കോഴിക്കോട് ആരംഭിക്കുന്നുണ്ട്. ചർച്ചകളിൽ ഭിന്നത മറനീക്കി പുറത്തുവരുമെന്ന് സൂചനയുണ്ട്. UDFിന് പിന്തുണ നൽകുന്ന സമീപനത്തിനെതിരെ ശക്തമായ ഭിന്നത പ്രതിനിധി സഭയിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ, സംഘപരിവാർ ബന്ധങ്ങൾ, RSS പോലീസ് കൂട്ടുകെട്ട് തുടങ്ങിയവ CPM പോലുള്ള പാർട്ടിക്ക് പിന്തുണ നൽകുന്നതിൽ തടസ്സമാണ് എന്നാണ് UDF അനുഭവ ഗ്രൂപ്പിന്റെ വിശദീകരണം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാൽ ദീർഘകാലത്ത് LDFുമായി സഹകരിക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത് എന്ന് മറുവിഭാഗം പറയുന്നു. എന്നാൽ SDPI മുന്നോട്ട് വെക്കുന്ന സാമൂഹിക ജനാധിപത്യം എന്ന സന്ദേശത്തിന് ബദൽ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം അണികളും കരുതുന്നത്. ഇതിനായി വെൽഫെയർ പാർട്ടി, BSP, PDP, INL, PV അൻവറിന്റെ DMK തുടങ്ങിയ ചെറുപാർട്ടികളുമായി ചേർന്ന് ബദൽ മുന്നണി ഉണ്ടാക്കണമെന്ന് അഭിപ്രായവും ഉയർന്നുവരുന്നുണ്ട്. നവംബർ 19, 20 തീയതികളിൽ കോഴിക്കോട് ബീച്ചിലെ ആസ്പിൻ കോർട്ട്യാർഡിൽ KS ഷാൻ നഗറിൽ നടക്കുന്ന സംസ്ഥാന പ്രതിനിധി സഭയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തന അവലോകന ശേഷം രാഷ്ട്രീയ റിപ്പോർട്ടിംഗ് മേൽ ചർച്ചകൾ ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2024 മുതൽ 2027 വരെയുള്ള വർഷത്തെ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കും. പണം ഞങ്ങൾ തരും. ദേശീയ പ്രസിഡന്റ് MK ഫൈസി, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെഫി രാജസ്ഥാൻ, ജനറൽ സെക്രട്ടറിമാരായ ഇല്യാസ് മുഹമ്മദ് തുമ്പെ, P അബ്ദുൽ മജീദ് ഫൈസി, ദേശീയ സെക്രട്ടറി ഫൈസൽ ഇസുദ്ദീൻ, ദേശീയ കമ്മിറ്റി അംഗങ്ങളായ CPA ലത്തീഫ്, ദഅലാൻ ബാക്കവി, സഹീർ അബ്ബാസ് സഅദി തുടങ്ങിയവർ സംബന്ധിക്കും. 20 വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന സ്വീകരണ റാലിയിൽ ആയിരങ്ങൾ അണിനിരക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ദേശീയ നേതാക്കളും സംസാരിക്കും.